മൈ നെയിം ഇസ് അശ്വതി. ഐ എം എൻ ACCA സ്റ്റുഡൻറ്റ്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ വന്നൊരു സജഷനാണ് മേക്ക് എ വീഡിയോ ഓൺ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഹൗ ടു ഹാൻഡിൽ എക്സാം അറ്റ്മോസ്ഫിയർ. അപ്പോൾ മൈ എക്സ്പീരിയൻസസ്, മൈ പെർസ്പെക്റ്റീവ്സ് എല്ലാം ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനാണ് പറഞ്ഞത്. ഐ തിങ്ക് ആ കുട്ടി ഉദ്ദേശിച്ചത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് തോന്നുന്നു. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോഴുള്ള ടൈം മാനേജ്മെൻറ്റ് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസ് എന്താ പറയുക, ഒരു മാർക്കിന് അറൗണ്ട് 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആൻസർ ചെയ്ത് തീർക്കണം. അതാണ് ഒരു റൂള്. ആ ഒരു റൂള് സ്ട്രിക്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്യണം. ഇന്ന് നമുക്ക് ഈ 4 ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. കൂടുതൽ കുട്ടികളും വിചാരിക്കുന്ന ഒരു കാര്യമാണ് എക്സാമിൻ്റെ ദിവസം, റിയൽ എക്സാമിൻ്റെ സമയത്ത് ടൈം മാനേജ് ചെയ്യാം. പക്ഷേ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമല്ലോ. ഇപ്പോൾ സെപ്റ്റംബറിലാണ് എക്സാം എങ്കിൽ അറൗണ്ട് ഒരു ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് നമ്മൾ കടക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടൈം നോക്കിയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 8 മാർക്ക് 8 × 1.6 1.7 മിനിറ്റ്സ് എത്രയാണോ അത് എത്ര നോക്കുക. ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ ആൻസർ ചെയ്ത് പഠിക്കുമ്പോഴാണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് ശരിയാവുള്ളൂ. അല്ലാതെ ലാസ്റ്റ് എക്സാമിൽ നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പോയാൽ ശരിയാവില്ല എന്ന് പറയാം. അപ്പോൾ അത് മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട ഒരു സ്കില്ലാണ്. ഞാൻ ഇങ്ങനെയാണ് SBR പഠിച്ചത്, ഇങ്ങനെയായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കപ്ലാൻ കിറ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു. അതെനിക്കൊരു പുതിയ സിനാരിയോ ആണ്. എനിക്കത് ടോപ്പിക്കിനെ പറ്റിയിട്ട് അറിയാം. ഐ നോ അബൌട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഐ നോ അബൌട്ട് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ എംപ്ലോയി ബെനിഫിറ്റ്സ്, പെൻഷൻ, അതിനെ പറ്റിയിട്ടൊക്കെ എനിക്കറിയാം. ബട്ട് സിനാരിയോ ഈസ് ഡിഫറെൻറ്റ്, ന്യൂ സിനാരിയോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഐ ഹാവ് ടു ട്രൈ. എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് SBRൽ കൂടുതലും ചോദിക്കുക. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഞാൻ സ്വന്തമായിട്ട് ആൻസർ ഒന്നും നോക്കാതെ ഇരുന്ന് ചെയ്യണം. അതും ടൈം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കും. ആൻഡ് ഐ റിവ്യൂ യൂസിങ് ChatGPT. എന്നിട്ട് അവർ ChatGPT പറയും ഈ പോയിന്റ് മിസ്സായി, ആ പോയിന്റ് മിസ്സായി, ഈ ലാംഗ്വേജ് ഇങ്ങനെ വേണം, സ്ട്രക്ചർ ഇങ്ങനെ വേണം, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ആക്കുക. അങ്ങനെ കപ്ലാൻ കിറ്റത്തെ ഓരോ ചോദ്യങ്ങളും ന്യൂ സിനാരിയോ ആണ്. എക്സാമിലും ഇങ്ങനെയാണ്, പുതിയൊരു സിനാരിയോ ആണ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു സിനാരിയോ ആണ്. അങ്ങനെയൊക്കെ ആവുന്ന നമ്മൾ മൈൻഡ് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടൈപ്പിംഗ് സ്പീഡ് കൂട്ടാൻ ശ്രമിക്കണം. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് അതുപോലെ തന്നെ ACCA തന്നെ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്താൽ തന്നെ എവറിത്തിങ് ഈസ് ഗുഡ്. ഹൗ ടു ഹാൻഡിൽ എക്സാം അറ്റ്മോസ്ഫിയർ. ഞാനും അത് ആലോചിക്കുന്നു, എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ദ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് യു ഷുഡ് ഹാവ് ഇസ് കാമിങ് യുവർ സെൽഫ്. നീ കാമായിരിക്കി. എന്തൊക്കെയോ തലക്കൂടെ ഓടുകയാണ്, എന്തൊക്കെയോ പ്രഷറിലാണ് ആളിരിക്കുന്നത്. ഞാൻ പറയണം കാമായിരിക്കും നീ. ഇങ്ങനെയൊക്കെ ഞാൻ ആളോട് പറഞ്ഞ ആൾ കാമായിരിക്കുമോ എനിക്കറിയില്ല കേട്ടോ. മേ ബി ഓർ മേ ബി നോട്ട്. ഇറ്റ്സ് ബിൽഡ് ഓവർ ടൈം. നമ്മൾ കഴിഞ്ഞ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നതിൽ നിന്ന് രൂപപ്പെട്ട് വരുന്ന ഒരു സ്കില്ലാണ് കാംനെസ്. പിന്നെ എനിക്ക് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി ടു ടെൽ. കാമായിരിക്കി എന്ന് പറയാൻ ഈസി, ബട്ട് ചെയ്യാനാണ് നമ്മൾ ഒരു സംഭവം ചെയ്യാനാണ് ഡിഫിക്കൾട്ട്. എനിക്കും പലർക്കും എന്ത് വേണമെങ്കിലും പറയാം, ബട്ട് ഇറ്റ്സ് റിയലി ടഫ് ഗൈസ്. ഞാനിങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് റിയലി ടഫ്. അത് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റാണ്. ഹൗ വി തിങ്ക്, ഹൗ വി ഡു തിങ്സ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വരെ ഇമ്പാക്റ്റ് ചെയ്യും. ആ ഒരു സമയത്ത് ആ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവിടുത്തെ സൗണ്ട്, പിന്നെന്താ അവിടെ ചൂടാണ് തണുപ്പാണ് മിക്കവാറും, അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. എല്ലാ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്തായിരുന്നു സ്കില്ലെന്നറിയോ? എത്രത്തോളം നമുക്ക് കാമായിട്ടിരിക്കാൻ പറ്റും, അതാണ് ഏറ്റവും ബെസ്റ്റ് സ്കിൽ. എത്രത്തോളം നമുക്ക് സ്ലോ ആവാൻ പറ്റും,
എത്രത്തോളം നമ്മൾ റഷ് ചെയ്യാതിരിക്കണോ അത്രത്തോളം നല്ലത്. ടൈം പ്രഷറാണല്ലോ, ടൈം പ്രഷർ. അയ്യോ ടൈം ഇപ്പോൾ കഴിയുമ്പോണ്ട് നമ്മൾ പറയുന്ന എന്തൊക്കെയോ നോക്കണ്ടാവും, പകുതി കാണുന്നേ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടല്ലോ ബിഗ് സിനാരിയോസൊക്കെ വായിക്കുമ്പോൾ അത് എത്രത്തോളം നമുക്ക് കാമായി വായിക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലത്. എല്ലാവരും ടെൻസ്ഡാണ്, എല്ലാവരും പ്രഷറിലാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാം. ഡോണ്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ അറൗണ്ട് യു. ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കാനുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഫിസിക്കലി വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രശ്നമാണെന്ന് പറയും. അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇത്രയും പഠിച്ചു, നമ്മൾ ഇത്തിരിയേ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ, അതിലൊന്നും കാര്യമില്ല പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, നമ്മുടെ സറൗണ്ടിങ്സ് ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളാണ് നമ്മളെ സ്ട്രെസ്സ് കൂട്ടുന്നതും നമ്മളെ കാമായി ഇരിക്കാൻ സഹായിക്കാത്തതും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ജസ്റ്റ് ഒരു ഡിസ്ട്രാക്ഷനാണ്. നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ റെഡി ആയിട്ട് തന്നെയാണ് വന്നത്. ഒരു സ്വയം ബിലീവ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതൊക്കെ ഓവർ ടൈം ഉണ്ടാക്കേണ്ട ഒരു സ്കില്ലാണ്. അല്ലാതെ ലാസ്റ്റ് ആ ഒരു എക്സാം ഡേയിലൊന്നും നമുക്ക് പെട്ടെന്ന് പറ്റിയെന്നൊന്നും വരില്ല. ഹൗ ഐ ന്യൂ കാംനെസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞു. ഇപ്പം എസ് പഠിച്ച് ഫുള്ള് വീട്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ നേച്ചറുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് വളർന്നതും. അപ്പോൾ എൻ്റെ വീട്ടിലൊരു ഓമക്കായ മരമുണ്ട്, പപ്പായ ട്രീ. അതിൽ പപ്പായ ഉണ്ടായി, അതെനിക്ക് വേണം. അപ്പോൾ അത് പൊട്ടിക്കാൻ തോട്ടി, ഇവിടെ ഉള്ളത് ഇരുമ്പ് തോട്ടിയാണ്. അപ്പോൾ ഐ വാസ് ട്രൈയിങ് ടു ബ്രിങ് ഇറ്റ് ഡൗൺ. നമുക്ക് വീട്ടിലുണ്ടായ സാധനങ്ങൾ കിട്ടുമ്പോൾ വി വിൽ ബി ഹാപ്പി റൈറ്റ്. അപ്പോൾ അത് നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ സ്പീഡിൽ കൊണ്ടു, പക്ഷേ എനിക്ക് കൊളുത്തെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. ഞാൻ ആ ഓമക്കായുടെ അടുത്ത് എത്തുമ്പോൾ സ്പീഡാക്കുകയാണ്. അപ്പോൾ എന്താണ്, ശക്തി പോയിട്ട് താഴെ വീഴാണ് തോട്ടി, എൻ്റെ കയ്യിൽ താഴെ പോകണം. അപ്പോൾ വാട്ട് ഐ ഡിഡ് ഡിഫറെൻ്റ്ലി എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് സ്ലോ ആക്കിയിട്ട് പതുക്കെ ഫോക്കസ് ചെയ്തിട്ട് ആ കണ്ടിലിങ്ങനെ കൊളുത്തുമ്പോൾ താഴെ വീണോളും. ആ ഒരു സ്ലോ ഉണ്ടല്ലോ, ആ ഒരു റഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ എക്സാമിൻ്റെ കാര്യത്തിലും പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് എത്തുമ്പോൾ ACC എന്ന് തന്നെ പറയും, ഫുള്ളി ഫോക്കസ് ഓൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. പിന്നെ കുറേ സാർമാർ അങ്ങനെ തന്നെ പറയുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നും സിലബസ് ഒന്നും കവർ ചെയ്യാൻ നിൽക്കരുത് ഇനി എന്നൊക്കെ പറയും. വാരി വലിച്ച് പഠിക്കാൻ നിൽക്കാതെ നമുക്ക് കുറേ സിലബസ് അറിയാത്തതുണ്ടാവും. നമുക്ക് അറിയുന്ന ഒരു 70% സിലബസ് ഉണ്ടല്ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി അറിയാത്ത പാർട്ടാണെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എത്രത്തോളം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യനാണ്, 1 ഡേ 4 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യനോ ഹവർ ഇറ്റ് ഈസ്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് പതുക്കെ ഓരോന്നും ചെയ്ത് പോയാൽ ഇറ്റ് വിൽ ബി ഓൾ ഗുഡ്. ചിലവർക്ക് ആൻസർ റൈറ്റിംഗ് ടെക്നിക്സ് കിട്ടിയിട്ടുണ്ടാവും, അവർക്ക് ജസ്റ്റ് സിലബസ് നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് പറ്റില്ല. സോ പ്രാക്ടീസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വേരിയസ് ഡെയിലി ആക്ടിവിറ്റീസ്, ഇതിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ റൈഡ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഒരു കാംനെസ് ആൻഡ് കൺട്രോളൊക്കെ വേണമല്ലോ. അതൊക്കെ പോലെ തന്നെയാണ് ആ ഒരു അത്തരം ആക്ടിവിറ്റീസിന് നമുക്ക് കിട്ടുന്ന ലെസൺസൊക്കെ ഇത്തരം കാര്യങ്ങളിലും, ഐ മീൻ എക്സാംസ് പോലുള്ള കാര്യങ്ങളിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മെയിൻ കാര്യം, യു ആർ നോട്ട് അലോൺ ഇൻ ദിസ്. എവ്രി വൺ ഈസ് ഗോയിങ് അണ്ടർ പ്രഷർ. അവരുടേതായ ഓരോ പ്രശ്നങ്ങൾ. എവറിത്തിങ് ഈസ് ഈസി ടു സേ, ഐ മീൻ കാമായിരിക്കും, അങ്ങനെ ചെയ്യും ഇറ്റ്സ് ഈസി ടു സേ, ബട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ നോ ദാറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഇത് എനിക്കും കൂടിയുള്ളൊരു ലെസണാണ്. ദർ വിൽ ബി എ വേഴ്സ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ആ ഒരു ടൈമിൽ ഈ ഒരു ടോക്ക് എനിക്കും കൂടി ഒരു മോട്ടിവേഷൻ പോലെ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ അതേഴ്സ്, ഇറ്റ് ഫോർ മീ ടു എന്ന് പറഞ്ഞു വരികയായിരുന്നു ഞാൻ. സോ താങ്ക് യു ഫോർ ലിസണിങ് ഗൈസ്. ബൈ.